സർ, കെ സുധാകരന്റെ അനുയായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി, സമ്പൂർണ്ണമായി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് സണ്ണി ജോസഫ് ആണെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, പേരാവൂർ മണ്ഡലത്തിലാണ് സണ്ണി ജോസഫ് മത്സരിക്കുന്നത്. അപ്പോൾ സുധാകരൻ എഫക്റ്റ് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുമോ? അതല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ കഴിയുമോ സണ്ണി ജോസഫിന്? സുധാകരൻ എഫക്റ്റ് സണ്ണി ജോസഫിനെ മാത്രമല്ല, മിക്കവാറും മറ്റ് ചില മണ്ഡലങ്ങളിലൊക്കെ കൂടി വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിൽ ഏറ്റവും അടുത്തതായി ബാധിക്കാൻ പോകുന്നത് കണ്ണൂർ മണ്ഡലമാണ്. അപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ മോഹനൊക്കെ അടക്കമുള്ള ആളുകളെ തോൽക്കാൻ ഇത് ചിലപ്പോൾ സഹായമായേക്കും. കാരണം ഇന്നലെ ഏറ്റവും വലിയ തമാശ ഉള്ളത്, ഇത് സുധാകരൻ അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ്. കാരണം ഇന്നലെ ഖാദർ എന്ന് പറയുന്ന ന്യൂനപക്ഷ പറയുന്ന പോലെ അവരുടെ ന്യൂനപക്ഷ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നയാൾ കെ സുധാകരൻ്റെ ഉറച്ചനിയായി ഈ പത്രസമ്മേളനം നടത്തിയത് കെ സുധാകരനെ കണ്ട് ഏതാണ്ട് 1/4 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷമാണ്. അപ്പോൾ കെ സുധാകരനെ കണ്ട് 1/4 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് സുധാകരൻ പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ നടത്തുകയാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്താൻ ഒരു അനുവാദം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തിയത്. ഇതൊരു കാര്യം കേട്ടോ. ഇനി രണ്ടാമത് വേറൊരു ഇൻസിഡൻറ്റ് കൂടിയുണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കാത്തത്. അതായത് വിനോദ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു KPCC സെക്രട്ടറി തിരുവനന്തപുരത്ത് രാജിവെച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളല്ലേ എന്നാണ് വാദം. അത് പ്രാദേശിക നേതാവല്ല, അതാണ് ആളുകൾ അറിയേണ്ടത്. അത് യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ വലിയ അനുയായിയാണ്. അദ്ദേഹം പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ അവിടെയുള്ള നിരവധി കാര്യങ്ങളിൽ ആരോപണം വരെ കേട്ട ഒരാളാണ്. അപ്പോൾ വിനോദ് കൃഷ്ണ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറയാം. കേരള കൗമുദിയുടെ ഓൺലൈൻ പോർട്ടലിൽ ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസ് ഞാൻ വിചാരിക്കുന്നത് കെ സുധാകരൻ പറഞ്ഞിട്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ വൃത്തങ്ങൾ പറഞ്ഞിട്ട് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി ഒന്നും രൂപീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പ്രധാനപ്പെട്ട നേരത്തെ തരാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പാർട്ടി ഒന്നും രൂപീകരിക്കാനല്ല, പക്ഷേ കടുത്ത സമ്മർദ്ദവും അതുപോലെ ചില സീറ്റുകളിൽ ഇത് തോൽപ്പിക്കാനുള്ള പണിയും ഒക്കെ അവരെടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ഞാനിത് കണ്ടേക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം KC വേണുഗോപാലും VD സതീശനും ഒക്കെ കൂടി സീറ്റുകൾ പങ്കുവെച്ചെടുത്തപ്പോൾ അതിൽ കെ സുധാകരൻ്റെ അനുയായികൾക്ക് ആർക്കും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാചകം, ഈ ഖാദർ പുറത്തു നിന്ന് പറഞ്ഞേക്കുന്ന വാചകം ഇദ്ദേഹത്തെ ആകെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് സണ്ണി ജോസഫ് ആണെന്നാണ്. സണ്ണി ജോസഫ് സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്നും എനിക്കറിയില്ല, അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ എഴുതിയേക്കുന്ന 2 ലെറ്ററുകൾ പുറത്തു വന്നുണ്ട്. ആ ലെറ്ററുകൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കെ സുധാകരൻ പറഞ്ഞേക്കുന്നത് ആ ലെറ്റർ ശരിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം VD സതീശന് കള്ളം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമാണോ? അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഡയലോഗുകൾ കൂടി വിട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു കാര്യം ആളുകൾ മുഴുവൻ സമ്മതിക്കും, കണ്ണൂരിനെ കുറിച്ച് അറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെ സമ്മതിക്കും. കെ സുധാകരൻ വിചാരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് പേരാവൂരിലും കണ്ണൂരിലും കെ സുധാകരൻ എതിര് നിൽക്കുകയാണ് മനസ്സുണ്ടെങ്കിൽ, അദ്ദേഹം പ്ലാൻ ചെയ്ത് കൃത്യമായി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ പേരാവൂരിൽ ആ പ്രതികാരം നടപ്പായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ജയിക്കണമെന്ന് ആഗ്രഹമുള്ളത് സണ്ണി ജോസഫ് സാറാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് യാഥാർത്ഥ്യം ഇതാണ്, നടപ്പിലാവും. അത് കണ്ണൂരിലും ഉറപ്പായിട്ടും നടപ്പിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബാക്കിയുള്ള ജില്ലകളിൽ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ടീച്ചർ ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ളത് തീർച്ചയാണ്. വലിയ സാധ്യതയുണ്ട്. കാരണം കെ സുധാകരൻ മനസ്സറിഞ്ഞ് ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഫലങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. അത് അവിടെ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു ഇൻഡയറക്റ്റ്ലി ഒരു കാര്യം കൂടി പറയാം. ഈ ഭരണം തുടരുമെന്നൊക്കെ ഒരു നാക്കുപിഴയുടെ ഭാഗമായിട്ട് കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇനി നാക്കുപിഴയുടെ ഭാഗത്തല്ലാതെ അദ്ദേഹം മനോരമ ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. ഇത് എത്ര സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തുടർഭരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, തുടർന്നേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പൊതുവെ ഒരു മറവിയൊക്കെ ഉള്ളതാണല്ലോ, ഓർമ്മക്കുറവൊക്കെ അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ലാസ്റ്റത്തെ വാചകം നമുക്ക് വിടാം, കാരണം അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ പറ്റിയാണെന്ന് വിടാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന് മുൻപ് മനോരമ കൊടുത്ത ഇന്റർവ്യൂവിൽ അങ്ങനെ നാക്കുപിഴ പറ്റിയതല്ല. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നല്ല ഓർമ്മശക്തിയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് യാതൊരു കാരണവശാലും എൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള ഡാറ്റകളില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും 100 കിട്ടുമെന്നുള്ള ഡാറ്റ, എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് കെ സുധാകരൻ പറയുന്നത്. അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം.
നിങ്ങൾക്കറിയാത്തൊരു കാര്യം, ഒരു സമാന്തര സംഘടനയായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് KS ബ്രിഗേഡ് എന്ന് പറയുന്നത്. അതിന് എല്ലാ ജില്ലകളിലും പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, ഭാരവാഹികളുണ്ട്. അങ്ങനെ അതിഗംഭീരമായി വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ, കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്ന 2 മണ്ഡലങ്ങളാണ്, ഒന്ന് കണ്ണൂരും ഒന്ന് പേരാവൂരും. അദ്ദേഹത്തെ തകർക്കാനായിട്ട് വി.ഡി. സതീശൻ സമ്പൂർണ്ണമായിട്ട് ശ്രമിച്ചു എന്ന് കരുതുന്നുണ്ടോ? അല്ല, ശ്രമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഇവർ തമ്മിൽ വലിയ ശത്രുതാ മനോഭാവമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പണ്ട് വി.ഡി. സതീശൻ ഒരു ചെസ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വന്നതും ഈ എവിടെ പോയിരിക്കണമെന്ന് ചോദിച്ചു നോക്കാൻ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആ വാക്കുകളൊന്നും പറയുന്നില്ല, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് കേരളം മുഴുവൻ ഈ അതായത് എന്താണ് സമരാഗ്നി എന്നുള്ളതൊക്കെ മാറ്റിക്കൊണ്ട് ഈ പേരിൽ, അതായത് ഈ തെറിയുടെ പേരിലാണ് പിന്നെ എന്ത് ചെയ്ത് അറിയപ്പെട്ടത്, ആ ജാഥ പോലും. അപ്പൊ അന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഭിന്നത വളരെയധികം മോശിച്ചു. പിന്നെ സതീശനെ സംബന്ധിച്ച് നമുക്ക് തെറ്റൊന്നും പറയാനില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശനെ അറിയാം, ഈ ഒന്നാമത്തെ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഇടിയാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇവരൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് പിടിച്ചിരുത്തിയേക്കുമ്പോഴാണ് ഇനി സുധാകരൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഇടിയാവുമെന്ന് അറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളത് വേറെ വഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ സണ്ണി ജോസഫ് ആണെങ്കിലും ഒക്കെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫ് ആയിരുന്നു ഒരു സെക്കൻഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ. പക്ഷെ അദ്ദേഹം ചതിച്ചു എന്ന് പറയാനുള്ള കാരണം, ഈ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പുള്ളി പലവട്ടം പറഞ്ഞതാണ്. പക്ഷെ പാർലമെന്റിലേക്ക് മത്സരിച്ച് തീരുന്നതിന് നിർബന്ധം ചെലുത്തി മത്സരിപ്പിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ടീം UDF എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണമായിട്ടൊരു നുണയാണ് ശരിക്കും. അല്ലെങ്കിലും ടീം UDF എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അപ്പുറത്തെ കോൺഗ്രസ്സുകാരൻ വന്ന് MLA ആയിട്ട് ജയിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. ഈ കേരളത്തിൽ ഇത്തവണ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം കോൺഗ്രസിനാകെ 20-22 MLA-മാരേ ഉള്ളൂ. ബാക്കിയുള്ള MLA-മാരൊക്കെ കൂടി തടുത്തുകൂട്ടി ഈ പറഞ്ഞ പുതിയ ആളുകളാണ് മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA-മാർക്ക് കുഴപ്പമില്ല. അല്ലാത്ത സിറ്റിംഗ് MLA-മാരിൽ തന്നെ നമുക്കറിയാമല്ലോ, K. ബാബു മത്സരിക്കുന്നില്ല, മറ്റേ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നില്ല, എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. അപ്പൊ തന്നെ 3 എണ്ണം പോയി. ബാക്കി 19 വരെ മത്സരിക്കുന്നുള്ളൂ. ഈ മത്സരിക്കുന്നവർ ഓക്കെ, അത് മത്സരിക്കട്ടെ, കാരണം അവിടെ വേറെ ഫൈറ്റ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഉള്ള പ്രവർത്തകർക്കും ഈ സീറ്റ് മോഹികളായിട്ടുള്ള ആളുകൾക്ക് നേതാക്കന്മാർക്കും അറിയാം, അവിടെ നിന്ന് ഇവൻ ഇത്തവണ ജയിച്ചു പോയാൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് മാറില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഇവൻ ജയിക്കാതിരിക്കുക എന്നുള്ളത് സത്യത്തിൽ CPM-നേക്കാളേറെ ആവശ്യം അവിടെയുള്ള കോൺഗ്രസിന്റെ ലോക്കൽ നേതാക്കന്മാരെയാണ്. എനിക്ക് പേരെടുത്ത് തന്നെ പറയാൻ പറ്റും. ഞാൻ മറ്റേ അതൊന്നും പറയുന്നില്ല, അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ്. ഇപ്പൊ തൃശ്ശൂര് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പുതിയ ഒരുപാട് ആളുകളെ കൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നുണ്ട്, കോഴിക്കോടൊക്കെ. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ സംഭവിക്കാൻ പോകുന്നതിന് കോഴിക്കോട് പിന്നെ അത്ര വലിയ പ്രശ്നങ്ങളില്ല. ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. ഇപ്പൊ പ്രവീൺ കുമാർ ആണെങ്കിലും ജയന്ത് ആണെങ്കിലും ഒക്കെ ഏതാണ്ട് അഭിജിത്തും ഒക്കെ തന്നെ. പക്ഷെ അവിടെയും സീറ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ അതല്ല. ഇപ്പൊ തൃശ്ശൂർ മുതൽ കൊല്ലം മുതൽ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. പല നേതാക്കന്മാരുടെ ആളുകളെയാണ്. ഇപ്പൊ മീനാങ്കൽ കുമാർ എന്ന് CPI ഒരാളെ മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിന്റെ ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. അതിൽ പരിപൂർണമായും വെട്ടപ്പെട്ട ഒരാളാണ് K. സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ സീറ്റുകൾ ഇത്തവണ എങ്ങാനും ഇവരിന്ന് ജയിച്ചു പോയാൽ പിന്നെ അത് പിടിച്ചെടുക്കൽ അസാധ്യമാണ്. അല്ലെങ്കിൽ മാങ്കൂട്ടം കാണിച്ച പോലെയോ എൽദോസ് കുന്നപ്പള്ളി കാണിച്ച പോലെയൊക്കെയുള്ള എന്തെങ്കിലും പണികൾ ചെയ്താൽ മാത്രമേ ഇത് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ടഫാണെന്നുള്ളത് ആളുകൾക്കറിയാം. ഒന്ന്. ഇനി രണ്ടാമത്തത് വിസ്മയമാണ് എന്ന് പറഞ്ഞ് കുറേ പേർക്ക് ഒറ്റപ്പാലത്ത് PK ശശി അടക്കം തീവ്രത കുറഞ്ഞ് PK ശശി അടക്കമുള്ള നിരവധി പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ അവിടെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെയൊക്കെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വലിയ ജയമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജയമുണ്ടാക്കിയത്? വി.ഡി. സതീശൻ കൃത്യമായിട്ട് അവിടെ ചെന്ന് നിൽക്കുകയും അവിടെ എൻറ്റയർ മെഷീനറി അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ കുറേ കൂടി എളുപ്പമുണ്ട്. പക്ഷെ അതുപോലെ അല്ല 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. അതുകൊണ്ട് അതിൻ്റെ പ്രതിസന്ധികൾക്കിടയിലാണ് K. സുധാകരൻ കൂടി ഉള്ളത് എന്നുള്ളത് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി തൊട്ടപ്പുറത്തെ സൈഡിൽ CPM എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? CPM ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. CPM എത്ര മനോഹരമായിട്ടാണ്, ഞാൻ പറയുന്നത് ഒരു സ്ട്രാറ്റജി എന്നുള്ളതല്ല കാണട്ടെ, അല്ല CPM-നെ അനുകൂലിച്ചുകൊണ്ടല്ല, മനോഹരമായിട്ടാണ് കാൻഡിഡേറ്റുകളെ തീരുമാനിച്ചത്. പേരാവൂര് KK ശൈലജ വലിയ പ്രതിബന്ധമായപ്പോൾ തന്നെ വലിയ ഫൈറ്റ് നടക്കുമെന്ന് ഉറപ്പായി. ശൈലജയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആ സീറ്റ്. അല്ല ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയണത് എന്തും ആയിക്കോട്ടെ, സീറ്റ് നൽകാമായിരുന്നല്ലോ. അല്ല
എന്തിനാണ് ഷുവർ സീറ്റ്? അത് പിടിച്ചെടുക്കാൻ കെ ശൈലജ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് തകർക്കാനും കൂടി ആയിക്കൂടെ? അല്ല, CPM അത് വേറൊരു വിഷയമാണ്, നമ്മൾ അത് ചർച്ചയ്ക്ക് എടുക്കല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനസ്സിലായി, വിഷയം മാറിപ്പോണോണ്ടാണ് ഞാൻ പറയുന്നത്. CPM സ്ട്രാറ്റജിക്കലി ആളുകളെ പ്ലേസ് ചെയ്തുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഗുണമുണ്ടാവുന്ന ചോദിക്കണം. ശൈലജ അല്ലാതെ വേറെ അവിടെ നിർത്താൻ പറ്റുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥിയില്ല. പേരാവൂര് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന തോന്നൽ ആദ്യം മുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ. ആ സ്ഥാനാർത്ഥിയുടെ പേര് ശൈലജ എന്നാണ്. അങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിന്റെ പിന്നിൽ താങ്കൾ പറഞ്ഞ പോലെ ഉദ്ദേശങ്ങൾ ഉണ്ടാവും, അത് വേറെ കാര്യമാണ്. അവിടെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ മുമ്പ്. അല്ല, പരാജയപ്പെടേണ്ട അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. പ്ലസ് അത് അന്നത്തെ ശൈലജ ടീച്ചറല്ല ഇന്ന് കേരളം മുഴുവൻ വലിയ ഇമേജിൽ നിൽക്കുന്ന ഒരു ശൈലജ ടീച്ചറാണ്. മട്ടന്നൂരിൽ നിന്ന് ജയിച്ച ഒരാളാണ്. പാർലമെന്റ് ഇലക്ഷനിൽ 1.5 ലക്ഷം. അല്ല, ആയിക്കോട്ടെ, 1.25 ലക്ഷത്തിന് പാർലമെന്റിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 19 സ്ഥലത്തും പരാജയപ്പെട്ടതിന്റെ ഒപ്പം പരാജയപ്പെട്ടാണ്. അല്ലാതെ അങ്ങനെ കൂളായിട്ട് അങ്ങോട്ട് പരാജയപ്പെട്ടതല്ല. പ്രത്യേകിച്ച് വടകര പോലെ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റിലാണ് അവർ പരാജയപ്പെട്ടത്. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചല്ല. പക്ഷെ 19 തെരഞ്ഞെടുപ്പ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കൂടിയല്ല. ഞാൻ പറഞ്ഞത് CPM സ്ട്രാറ്റജിക്കലി അവർ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. ആ സ്ഥാനാർത്ഥികളിൽ ശൈലജ അവിടെ മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അതുപോലെ റോജി M. ജോണിനെതിരെ സാജു പോളിനെയാണ് ഇട്ടേക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന നേരത്തെ ഉണ്ടായിരുന്ന MLA ആണ്. അല്ല, വേണ്ട, പക്ഷെ അവിടേക്ക് ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. മൂന്നാമത്തത് ആരിഫിനെയാണ് ആലുവയിൽ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചേക്കണേ. അതായത് അവിടെ അറിയാം അൻവർ സാദത്തിന് ഒരു ഈസി വാക്ക് ഓവർ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് ആരിഫ് വരുമ്പോഴത്തേക്കും കളം മാറുകയാണ്. കാരണം അൻവർ സാദത്തിനുള്ള നിരവധി ഘടകങ്ങൾ ആരിഫിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല. അത്രയുള്ള അതിന്റെ കാര്യം.